Good evening, all. Hi, all. Am I audible? കേൾക്കാലോ അല്ലേ ഞാൻ പറയുന്നേ? ഓക്കേ. How are you? എന്തുണ്ട് വിശേഷം? എല്ലാവരും എൻ്റെ ക്ലാസ്സിന് റെഡി ആണോ? ഒരു ബുക്കും പേനയും ഒക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കട്ടോ. നമുക്കൊരു 1 or 2 minutes വെയിറ്റ് ചെയ്യാം. ബാക്കിയുള്ളവരോട് ജോയിൻ ചെയ്യട്ടെ. ഇന്ന് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്റർ നിങ്ങൾ സ്കൂളിൽ കവർ ചെയ്താണോ? കവർ ചെയ്ത് കഴിഞ്ഞാണോ? ആണോ? എല്ലാരെയും പഠിപ്പിച്ചതാണോ ഇത് സ്കൂളിൽ? ഓക്കെ, ഇൻ പ്രോഗ്രസ് ആണല്ലേ ഹസ്ന? ഓക്കെ. ആ, നമുക്കിന്ന് പഠിക്കാം. ഈ ചാപ്റ്ററിൽ കുറച്ച് ഇക്വേഷൻസും പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ സോൾവ് ചെയ്യണത്. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിരിക്കുക, എല്ലാം അപ്പോൾ സോൾവ് ചെയ്ത് പോവുക. അതുകൊണ്ട് എന്തായാലും ഒരു ബുക്കും പേനയും റെഡി ആയിട്ട് വെച്ചേക്കുക. Okay, let's start now. Okay, what is motion? നിങ്ങൾക്ക് അറിയാവോ എന്താണ് മോഷൻ? എന്താന്ന് മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു മൂവ്മെന്റ് വരുമ്പോൾ അല്ലെ, ഒരു മൂവ്മെന്റ് സംഭവിക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റ് ഒരു മൂവ്മെന്റ് വന്നാൽ നമ്മൾ പറയും ആ ഒബ്ജക്റ്റിൽ ഒരു മോഷനിലാണ് അല്ലേ. നിങ്ങൾക്ക് ആൻസേഴ്സ് ഒക്കെ ചാറ്റ് ബോക്സിൽ ഇടാട്ടോ. ഓക്കെ, സോ ഇപ്പൊ നമ്മളെല്ലാവരും റെസ്റ്റിലാ അല്ലെ. നമ്മളെല്ലാവരും ഇപ്പൊ ഒരു ചെയറിലോ ഒക്കെ ഇരിക്കുമായിരിക്കും. അപ്പൊ നമ്മളിപ്പോ റെസ്റ്റിലാ. പക്ഷെ നമ്മളിപ്പോ ഇവിടുന്ന് എണീറ്റ് വേറൊരു ഇപ്പൊ മുറ്റത്തേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ നിങ്ങളിപ്പോ അവിടെ വീട്ടിലല്ലേ, അപ്പൊ നിങ്ങൾ വീട്ടില് ജസ്റ്റ് കിച്ചണിലേക്കോ ഡൈനിങ് റൂമിലേക്കോ ഒക്കെ ഒന്ന് പോകുമ്പോഴത്തേക്കും എന്താണ്, നിങ്ങൾ മോഷനിലായി എന്ന് പറയും അല്ലെ. ബട്ട് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ പൊസിഷന് റെസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ഈ മോഷനെയൊക്കെ നമ്മൾ റിപ്രസെന്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇക്വേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസ് പ്രധാനമായിട്ട് മൂന്ന് ഇക്വേഷൻസ് ആണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇക്വേഷൻസ് വെച്ച് നമ്മൾ കുറച്ച് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യും. അങ്ങനെ അങ്ങ് പോവും. ഓക്കെ, സോ നമ്മൾ ഇക്വേഷൻസ് പറയുമ്പം അതിൽ ആദ്യത്തെ ഇക്വേഷൻ വെലോസിറ്റിനെയും ടൈമിനെയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. ക്ലാസ്സിൽ പഠിപ്പിച്ചവർക്ക് ആർക്കെങ്കിലും പറയാവോ ആ ഇക്വേഷൻ ഏതാന്ന്? ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നമ്മൾ ആദ്യം പറയുന്ന ഇക്വേഷൻ ഏതാണെന്ന്? വെലോസിറ്റിനെയും ടൈമിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇനി ഐഡിയ ആർക്കെല്ലാം അറിയാവോ? ഓക്കെ, ഞാൻ തന്നെ പറയാം. അത് ഏതാണ്? v is equal to u plus at. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ പഠിക്കും. അതിനുശേഷം നമ്മൾ ഇത് വെച്ച് കുറച്ച് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്ത് പോകും. ഓക്കെ, ഇനി അടുത്തൊരു ഇക്വേഷൻ പൊസിഷനെയും ടൈമിനെയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ മനോജ്. v equal to u plus at. യെസ്, കറക്റ്റ്. ഓക്കെ, സോ അടുത്ത ഇക്വേഷൻ അറിയാവോ? മനോജിനെ അറിയാവോ? അടുത്തത് പൊസിഷനെയും ടൈമിനെയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? അത് s equal to ut plus half at square ആണ്. ഇപ്പൊ നിങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാൻ പാടായിരിക്കും. എന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞു പോവാം. ഇനി അടുത്തത് പൊസിഷനെയും വെലോസിറ്റിയെയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. അതേതാണ്? v square minus u square equal to 2as. ഓക്കെ, അപ്പൊ ഈ മൂന്ന് ഇക്വേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി ഈ ഇക്വേഷൻസ് പറയുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ടേംസ് കറക്റ്റ് ആണ് അമ്മയ്യ. v square equal to u square plus 2as, അതും കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഇനി ഈ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ടേംസ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ട് വെക്കണം. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം വരുന്നത് പൊസിഷൻ ആണ്. പൊസിഷൻ എന്താണ്? പൊസിഷൻ എന്ന് വെച്ചാൽ ഇപ്പം ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്ന ആ ഒരു സ്ഥലം അല്ലെ, അതാണ് പൊസിഷൻ. ഇനി അതുപോലെ തന്നെ നമ്മൾ അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ വെലോസിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ആക്സിലറേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോ ഇക്വേഷൻ എഴുതിയായിരുന്നല്ലോ അല്ലെ, ആ ഇക്വേഷനിൽ വരുന്ന ടേംസ് ആണ് ഇവരൊക്കെ. പൊസിഷൻ, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഒക്കെ. അപ്പൊ ഇവരൊക്കെ ആരാന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. നിങ്ങൾ ഇത് ഏർലിയർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വേഗം നമുക്കിതൊന്ന് പറഞ്ഞു പോവാം.
പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓബ്ജക്റ്റ് ഇരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ് അല്ലെ, അതിനെ നമ്മൾ പൊസിഷൻ എന്ന് പറയും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് അറിയാവോ? ഇനി ആൻസേഴ്സ് അറിയാവുന്നവര് പറഞ്ഞു കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ചേഞ്ച് ഇൻ പൊസിഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. ഇപ്പോ ഒരു പൊസിഷനിൽ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ടൈമിനനുസരിച്ച് വേറൊരു പൊസിഷനിൽ എത്തിയാൽ അവിടെ നമ്മുടെ പൊസിഷൻ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം അതിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കും. ഇനി അടുത്തത് വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം പറയുമ്പോൾ നമ്മളത് എന്താണ്? വെലോസിറ്റി എന്ന് പറയും. ആക്സിലറേഷനോ? ആക്സിലറേഷൻ ഇസ് ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. വെലോസിറ്റിക്ക് സമയത്തിനനുസരിച്ച് വരുന്ന മാറ്റത്തെ നമ്മൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞ് വിളിക്കും. ഓക്കെ, അപ്പൊ ഈ ടേംസ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയല്ലോ അല്ലെ. ഇനി പൊസിഷൻ, ഡിസ്പ്ലേസ്മെന്റ്, പൊസിഷൻ, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ. ഇനി വെലോസിറ്റി പറയുമ്പോൾ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും പറയും. ഓക്കെ, അതായത് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റി. ആ ഇനീഷ്യൽ വെലോസിറ്റിനെ നമ്മൾ യു എന്ന ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യും. അതായത് ഒരു മോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തെ വെലോസിറ്റി അത് നമ്മൾ യു വെച്ച് പറയും. ഇനി ദർ ഇസ് ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി ഉണ്ട്. അതെന്താണ്? മോഷൻ അവസാനിക്കുമ്പോൾ ഉള്ള, അല്ലെങ്കിൽ ഒരു യൂണിഫോം മോഷനിലാണെങ്കിൽ ആ വെലോസിറ്റിനെ നമ്മൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറയും, വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ വി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഡൗട്ട്സ് ഓഫ് ആർ? ഇത്രയും നേരം കൊണ്ട് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം ഇനീഷ്യൽ വെലോസിറ്റിനെ നമ്മൾ യു വെച്ച് പറയും, ഫൈനൽ വെലോസിറ്റിനെ നമ്മൾ വി വെച്ച് വി എന്ന് പറയും. ഇനി ആക്സിലറേഷനെ നമ്മൾ എ വെച്ച് ഡിനോട്ട് ചെയ്യും അല്ലെ. ആക്സിലറേഷനെ നമ്മൾ എ വെച്ച് ഡിനോട്ട് ചെയ്യും. ഓക്കെ ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ടോപ്പിക്. അതായത് ഇപ്പൊ നമ്മൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു മോഷൻ ഗ്രാഫിക് റെപ്രസെന്റേഷൻ എന്താന്ന് പഠിക്കാൻ പോവാ. അതായത് നമുക്ക് മോഷനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വഴി എങ്ങനെ കാണിക്കാം എന്ന്. ഓക്കെ, സോ അത് ഇതിൽ പറയുന്നുള്ളൂ. അതായത് മോഷൻ ഓഫ് ആൻ ഓബ്ജെക്ട് ത്രൂ ഗ്രാഫ്, സിംപ്ലി മോഷൻ ഓഫ് ആൻ ഓബ്ജെക്ട് ത്രൂ ഗ്രാഫ്, അതിനെയാണ് നമ്മൾ മോഷൻ ഗ്രാഫിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഏതൊരു ഓബ്ജക്റ്റിന്റെ മോഷനെയും നമുക്ക് ഗ്രാഫ്സിലൂടെ കൺവേ ചെയ്യാനായിട്ട്, കാണിക്കാനായിട്ട് പറ്റും. ഇനി ഗ്രാഫ് എന്താണ്? ഗ്രാഫ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഗ്രാഫ് എന്താന്ന്? ഫെമിലിയർ ആയിരിക്കുമല്ലോ, ഗ്രാഫ്സ് ഒക്കെ നമ്മൾ ഒത്തിരി കാണുന്നതല്ലേ അല്ലേ. ഗ്രാഫ് എന്താന്ന് ആർക്കെങ്കിലും ആൻസർ ചെയ്യാമോ? യെസ്, കറക്റ്റ്. ഗ്രാഫ് ഒരു 2-dimensional ഫിഗർ ആണ് അല്ലെ, ഒരു 2-dimensional സ്ട്രക്ചർ ആണ് ഗ്രാഫ്. അപ്പം ഞാൻ ഒരു ഗ്രാഫ് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് ഗ്രാഫിന്റെ ഫീച്ചേഴ്സും കൂടെ അങ്ങ് പറഞ്ഞിട്ട് പോയേക്കാം. ഓക്കെ, സോ ഗ്രാഫ് ഒരു 2-dimensional ഫിഗർ ആയിരിക്കും. സോ നമ്മൾ 2 ആക്സിസ് വരയ്ക്കും. ഇനി ഈ ആക്സിസിനെ നമ്മൾ എക്സ് ആക്സിസ് എന്ന് വിളിക്കും. ഓക്കെ, എക്സ് ഡാഷും ഇത് വൈ ആക്സിസും ആയിരിക്കും. ഇനി പിന്നെന്താണ്? അപ്പൊ ഗ്രാഫിന് 2 ആക്സിസ് ഉണ്ടായിരിക്കും, എക്സ് ആക്സിസും വൈ ആക്സിസും. പിന്നെ ഒരു ഒറിജിൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ഒറിജിൻ ഉണ്ടായിരിക്കും, ഒരു റെഫറൻസ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഒറിജിൻ ഉണ്ടായിരിക്കും ഗ്രാഫിന്. പിന്നെ എന്താണ്? ഇവിടോട്ടുള്ള വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും, ഇങ്ങോട്ടുള്ള വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും ഒരു ഗ്രാഫിൽ റിപ്രസെന്റ് ചെയ്യുമ്പോൾ. ഇങ്ങോട്ടുള്ള വാല്യൂസ് ഒക്കെ നമ്മൾ നെഗറ്റീവ് ആയിട്ടും റിപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഒരു ബേസിക്കലി ഒരു ഗ്രാഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് വേണ്ട വാല്യൂസ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന അനുസരിച്ച് നമുക്കൊരു ഗ്രാഫ് കിട്ടും. സിംപ്ലി ഇപ്പം ഇവിടെ ഒരു ലൈൻ വരച്ചാൽ ഇതൊരു മോഷനെ റിപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫാണ്. നമ്മൾ ലേറ്റർ ഓൺ നമ്മൾ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, സോ നമ്മളിവിടെ 2 തരം ഗ്രാഫ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും. ഇനി correct answer, Manoj. It's a 2-dimensional diagram. Yes. Very good. Yeah. So position time graph ആണ് നമ്മളിപ്പോൾ ആദ്യം കാണാൻ പോകുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ് അശ്വിൻ. ഓക്കെ,
സോ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് ആൻ ഓബ്ജക്റ്റ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ആയിരിക്കും ഈ പൊസിഷൻ ടൈം ഗ്രാഫിൽ കാണിക്കുക. അപ്പോൾ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്രാഫ് ഒരു 2 ഡയമെൻഷണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫിഗർ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചാല് ഇതിന്റെ ഒരു ആക്സിസിൽ ടൈമും സേ ലെറ്റ് ബി എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ പൊസിഷനും നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ പൊസിഷനും മാർക്ക് ചെയ്യും. സോ ഇതൊരു പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. അതായത് ഓരോ ടൈമിലും എന്താണ് ഒരു ഓബ്ജക്റ്റിന്റെ പൊസിഷൻ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു ഗ്രാഫ് വരച്ചു. ഓക്കെ, ഇതൊരു 10 മീറ്റർ ആണെന്ന് വെക്കുക. അപ്പം ഓരോ ടൈമിലും ലെറ്റ് ഇറ്റ് ബി 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് 4 സെക്കൻഡ്സ് അങ്ങനെ. അപ്പം ഓരോ സമയത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് ഈ മോഷനിലിരിക്കുന്ന അല്ലെങ്കിൽ ഈ പൊസിഷനിൽ ഇരിക്കുന്ന ഓബ്ജക്റ്റിന്റെ കറക്റ്റ് പൊസിഷൻ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ 1 സെക്കൻഡിൽ ഈ ഓബ്ജക്റ്റ് എവിടാണ്? 10 മീറ്ററിലാണ്. 2 സെക്കൻഡിൽ ഈ ഓബ്ജക്റ്റ് 10 മീറ്ററിലാണ്. 3 സെക്കൻഡിലും ഇത് 10 മീറ്ററിലാണ് അല്ലെ? സോ ഇവിടെ ഈ ഓബ്ജക്റ്റ് മോഷനിലല്ല, അതായത് അതിന്റെ പൊസിഷൻ റെസ്റ്റിലാണ്. ബട്ട് ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൽ നമ്മൾ ആക്ച്വലി ഓരോ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഓബ്ജക്റ്റിന്റെ പൊസിഷൻ ആണ് കാണുന്നത്. ക്ലിയർ അല്ലേ? പൊസിഷൻ ടൈം ഗ്രാഫ് ക്ലിയർ അല്ലേ? എനി ഡൗട്ട്സ് ഫ്രം ദിസ് പോർഷൻ? ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ നിവേദ്യ യെസ്, ക്ലിയർ ആയല്ലേ? ഇനി പൊസിഷൻ, ഓക്കെ താങ്ക് യു സർ. പൊസിഷൻ ടൈം ഗ്രാഫ് നിന്ന് നമുക്ക് വെലോസിറ്റി കാണാനായിട്ട് പറ്റും. ഓക്കെ, എങ്ങനെയാണ്? പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് വെലോസിറ്റി കാണാനായിട്ടും പറ്റും. അതായത് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് നമുക്ക് വെലോസിറ്റി തരുന്നത്. നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചു. അഗെയിൻ ഈ സെയിം ഗ്രാഫ് തന്നെയാണ് ഇവിടെ വരയ്ക്കുന്നത്. ഐ മീൻ ആക്സിസ് ഒക്കെ സെയിം ആണ്, ടൈം പൊസിഷന്. ഇനി ഈ ഗ്രാഫ് ഇങ്ങനെയാന്ന് വെക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ പാരലൽ ടു എക്സ് ആക്സിസ് ആയിട്ടാണ് സ്ട്രെയിറ്റ് ലൈൻ വരച്ചത്. ഈ ഗ്രാഫ്സിന്റെ പ്രത്യേകതയൊക്കെ ഇനി വരുമ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ടേംസ് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. ഇനി ഇപ്പം ഈ പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് വെലോസിറ്റി തരും. സോ സ്ലോപ്പ് ഓഫ് എ ഗ്രാഫും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ സ്ലോപ്പ് ഓഫ് എ ഗ്രാഫിനെ, ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഇത് ചേഞ്ച് ഇൻ വൈയും ചേഞ്ച് ഇൻ എക്സും. ഓക്കെ, ചേഞ്ച് ഇൻ വൈ വാല്യൂന്റെ ചേഞ്ചും എക്സ് വാല്യൂന്റെ ചേഞ്ചും. ഓക്കെ, സോ സ്ലോപ്പ് ഓഫ് എ പൊസിഷൻ ടൈം ഗ്രാഫ് നമുക്ക് വെലോസിറ്റി തരും. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഇനി പൊസിഷൻ ടൈം ഗ്രാഫ് ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചല്ലേ. പൊസിഷൻ ടൈം ഗ്രാഫ് 2 തരം പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ കണ്ടായിരുന്നു. ഒരെണ്ണം ഒരു സ്ട്രെയിറ്റ് ലൈൻ, മറ്റേത് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് അല്ലെ? ഇനി ഒരു യൂണിഫോം മോഷൻ ആണെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ ആൻ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. യൂണിഫോം മോഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അറിയായിരിക്കുമല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? യൂണിഫോം മോഷൻ എന്താ? നിങ്ങളുടെ ആൻസേഴ്സ് കമന്റ് ബോക്സിൽ ഇട്ടോ. യൂണിഫോം മോഷൻ എന്താണ്? come on reply. Body moving with uniform speed will be a straight line. Body moving will be moving with non-uniform speed when the graph is not a straight line. Yeah, correct Manoj. അതായത് ഒരു യൂണിഫോം മോഷൻ, വെരി ഗുഡ്. ഓക്കെ, യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ യെസ് വി ആർ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. കറക്റ്റ് അലീന? യെസ്, അതായത് വെരി ഗുഡ് അലീന. സോ യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ യൂണിഫോം സ്പീഡ് അല്ലെ? അതായത് ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു, അല്ലെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. അലീന പറഞ്ഞ ആൻസർ പോലെ തന്നെ. അല്ലെങ്കിൽ എന്താണ്? യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി മൂവിംഗ് വിത്ത് എ യൂണിഫോം സ്പീഡ്. ദ ബോഡി വിൽ ബി മൂവിംഗ് വിത്ത് എ യൂണിഫോം സ്പീഡ് എന്ന് നമുക്ക് പറയാം. അതായത് ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പം 2 സെക്കൻഡിൽ 5 മീറ്റർ പോയാൽ 4 സെക്കൻഡിൽ 10 മീറ്റർ. അതായത് ആ ഡിഫറൻസ് ഒരേപോലെ.
6 സെക്കൻഡില് 15 മീറ്റർ. കണ്ടോ ഡിഫറൻസ് ഇങ്ങനെ ഒരേപോലെ നിൽക്കും. പൊസിഷൻ അത് ഒരു പർട്ടിക്കുലർ ടൈമിൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ട് പോകും. അപ്പൊ അതെന്താ യൂണിഫോം വെലോസിറ്റി ആണ് അവിടെ. യൂണിഫോം വെലോസിറ്റിനെ ഉള്ളൊരു മോഷനെ നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയുന്നു. അങ്ങനെ യൂണിഫോം മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. നമ്മൾ ഓൾറെഡി ഇപ്പൊ വരച്ച ഗ്രാഫാണത്. സോ ഹിയർ ടൈം നമ്മൾ ഈ ആക്സിസിലും എക്സ് ആക്സിസിലും പൊസിഷൻ നമ്മൾ വൈ ആക്സിസിലും വരച്ചാല് it will be like this. Okay, so the position time graph for a uniform motion is this. Clear അല്ലേ? ഈ ഗ്രാഫ് ഓർമ്മയിൽ വെച്ചോ. ഇതിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതാണ് എക്സാമിന്. ഓക്കെ, ഇനി നോൺ യൂണിഫോം മോഷൻ അത് സ്ട്രെയിറ്റ് ലൈൻ ആവണമെന്ന് നിർബന്ധമില്ല. നോൺ യൂണിഫോം മോഷൻ അത് എന്ത് ഫോം വേണമെങ്കിലും ആവാം. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദിസ്. ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ ആവാം, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഷേപ്പ് എന്തെങ്കിലും ഒരു വേറൊരു ഷേപ്പിലും ആവാം. സോ ഒരു നോൺ യൂണിഫോം മോഷന് ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആവണം നിർബന്ധമില്ല. ക്ലിയർ അല്ലേ? പൊസിഷൻ ടൈം ഗ്രാഫ് മനസ്സിലായല്ലോ അല്ലേ? സോ വിൽ മൂവ് ടു a question. ഇനി ഇതൊരു പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാനാ പറഞ്ഞിരിക്കുന്നത്. എല്ലാരും വരച്ചോ? ഓക്കെ, എല്ലാവരും റെഡി ആയിട്ടിരിക്കുക വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലെന്താ പറയുന്നത്? യൂസിങ് ദി ഡേറ്റ ഗിവൺ ബിലോ ഡ്രോ എ പൊസിഷൻ ടൈം ഗ്രാഫ്. ഇപ്പൊ ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്, ടൈമും പൊസിഷനും നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. സോ ലെറ്റ്സ് ഫസ്റ്റ് പ്ലോട്ട് ദി എക്സ് ആൻഡ് വൈ ആക്സിസ്. So this will be the x-axis and this will be the y-axis. ഇനി ഇവിടെ നമ്മൾ ഒറിജിൻ നമ്മൾ 0 വാല്യൂ കൊടുക്കുകയാണ്. ഓക്കെ, ടൈം 0യിൽ പൊസിഷൻ 0. സോ നമ്മൾ ഒറിജിൻ 0 ആയിട്ട് കൊടുത്തു. നമ്മളൊരു ഈക്വൽ ഇന്റർവെല്ലിൽ ഇവിടെ ടൈം ഡിവിഷൻ എങ്ങനെയാ പോയിക്കുന്നത്? 4, 8, 12, 16, 20 അല്ലേ? സോ ടൈം ഡിവിഷൻ ഇസ് ലൈക്ക് 4, 8, 12, 16, 20. ഇതൊരു ഈക്വൽ ഇന്റർവെൽ അല്ലേ? 0 to 4 4 seconds, 4 to 8 4 seconds, 8 to 12 4 seconds. സോ അവിടെ ഒരു 4ന്റെ ഇന്റർവെൽ ആണ്. സോ നമ്മൾ ഈ വാല്യൂസ് ഇവിടെ ഒരു 4ന്റെ ഇന്റർവെൽ ആയിട്ട് പ്ലോട്ട് ചെയ്യുവാണ്. സോ ഇറ്റ് വിൽ ബി 4, 8, 12, 16, 20. ടൈം നമ്മൾ എക്സ് ആക്സിസിൽ വരയ്ക്കും അല്ലേ? ഇനി പൊസിഷൻ നമ്മൾ വൈ ആക്സിസിൽ കാണിക്കും. സോ പൊസിഷൻ ഇവിടെ നോക്കിക്കേ, ഈക്വൽ ആണോ നോക്കിക്കേ. 10, 20, 30, 40, 50 അങ്ങനെ പോവാം അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഈക്വൽ ഇന്റർവെൽസ് ഓഫ് 10 ഇവിടെ എടുക്കാം. സോ 10, 20, 30, 40, 50. ഓക്കെ, ഇനി നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോവാം. നമ്മൾ ഈക്വൽ ഇന്റർവെൽസ് എടുത്തിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ട എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി ഈ ഇന്റർവെൽസ് തന്നെ നമ്മൾ ഇവിടെ എടുത്തത് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നോക്കിക്കോ, ആസ് ദി ക്വസ്റ്റ്യനിൽ പറയുന്ന പോലെ 0 സെക്കൻഡ്സിൽ പൊസിഷൻ 0. അപ്പം ഫസ്റ്റ് പോയിന്റ് എവിടെ വരും? ഇവിടെ വരും അല്ലേ? എല്ലാരും വരയ്ക്കുന്നുണ്ടല്ലോ അല്ലെ? ഇനി അടുത്തത് 4 സെക്കൻഡ്സിൽ പൊസിഷൻ എവിടെ വരും? 10 മീറ്ററിലാണ് പൊസിഷൻ വരിക അല്ലെ? സോ 4 സെക്കൻഡ്സിൽ 10 മീറ്റർ. അപ്പം ഈ പോയിന്റ് നമുക്ക് ഇതായിട്ട് മാർക്ക് ചെയ്യാം. ഇനി 8 സെക്കൻഡ്സിൽ 20 മീറ്റർ. എങ്ങനെയാ പോയിന്റ് കാണുന്നേ? നമ്മള് വൈ ആക്സിസിന് എക്സ് ആക്സിസിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുക. എഗെയിൻ നമ്മൾ വൈ ആക്സിസിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വന്ന് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി 12 സെക്കൻഡ്സിൽ എന്താ വരുന്നേ? 12 സെക്കൻഡ്സിൽ 30 മീറ്റർ. സോ എക്സ്റ്റെൻഡ് ദിസ് ലൈൻ ആൻഡ് വി ക്യാൻ മാർക്ക് ഇറ്റ് ഹിയർ. കറക്റ്റ് അല്ലേ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഓക്കെ, കിട്ടുന്നുണ്ടല്ലേ? കറക്റ്റ്. ഓക്കെ അമ്മയ്യ. ഇനി 16 40, 20 50. Okay, so mark this and we got a straight line അല്ലേ?
സോ ഈ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടി. ഈ സ്ട്രെയിറ്റ് ലൈൻ കണ്ടിട്ട് ഇതിന് എന്ത് കൺക്ലൂഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? പറയാവോ? ഇത് എന്ത് കൈൻഡ് ഓഫ് മോഷൻ ആണെന്ന് പറയാവോ? ഇതൊരു യൂണിഫോം മോഷൻ ആയിരിക്കുമോ നോൺ യൂണിഫോം മോഷൻ ആയിരിക്കുമോ? തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഇത് എന്ത് ടൈപ്പ് ഓഫ് മോഷൻ ആയിരിക്കും? correct answer, Archana, Anishwara. Yes. Issa, yeah, correct, very good. So ഇതൊരു യൂണിഫോം മോഷൻ ആയിരിക്കും. വെരി ഗുഡ് ജിബിൻ, കറക്റ്റ്. ഓക്കെ, സോ ഇതൊരു യൂണിഫോം മോഷൻ ആയിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ലെറ്റ്സ് ഡു വൺ മോർ ക്വസ്റ്റ്യൻ. ഇനി ഡ്രോ എ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ ബോയ് ഗോയിങ് ടു സ്കൂൾ വിത്ത് എ യൂണിഫോം വെലോസിറ്റി. ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും, ഓൾറെഡി നമ്മൾ 2 പ്രാവശ്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടത് ഫോർ എ ബോയ് ദാറ്റ് ഈസ് ഗോയിങ് ടു സ്കൂൾ വിത്ത് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി എന്ന് വെച്ചാൽ ആ മോഷൻ എന്താണ്? യൂണിഫോം മോഷൻ ആണ്, അല്ലെ? സോ യൂണിഫോം മോഷന്റെ ഒരു ഗ്രാഫ് വരച്ചാൽ മതി. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വാല്യൂസ് ഒന്നും പ്ലോട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് നമുക്കൊരു എന്താണ് ഗ്രാഫിന്റെ നേച്ചർ മാത്രം മനസ്സിലായാൽ മതി. സോ വി ക്യാൻ ഡ്രോ ദി ടൈം ആൻഡ് പൊസിഷൻ ആക്സിസ്. എല്ലാരും വരച്ചു കഴിഞ്ഞു എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു കേട്ടോ. കിട്ടിയല്ലോ അല്ലെ എല്ലാവർക്കും? നീ ഒരു ഗ്രാഫ് ഇങ്ങനെ വരച്ചാൽ മതി. ഇതിപ്പോ എന്താണ്? ഇറ്റ്സ് എ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ യൂണിഫോം മോഷൻ, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി ഉള്ള ഒരു മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. ക്ലിയർ അല്ലേ? സോ നമുക്ക് അടുത്ത ഗ്രാഫിലേക്ക് പോവാം. ഓക്കെ, വൺ മോർ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. So which of the following cannot be a position time graph? ഇതും previously asked question ആണ്. So which of the following cannot be a position time graph? ഇപ്പൊ നമുക്ക് 3 ഗ്രാഫ്സ് തന്നിട്ടുണ്ട്, ഗ്രാഫ് എ, ബി ആൻഡ് സി. ഇതിൽ പൊസിഷൻ ടൈം ഗ്രാഫ് ആവാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഏത് ഗ്രാഫാന്നാണ്? അറിയാവോ? ആൻസർ അറിയാവോ? കറക്റ്റ് ആൻസർ. എല്ലാവരും നന്നായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ. യെസ്, ബി ഇസ് ദ കറക്റ്റ് ആൻസർ. പിന്നെ അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. ഗ്രാഫ് എ നോക്ക്. ഗ്രാഫ് എ നമ്മളിപ്പോ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഗ്രാഫ് എ യൂണിഫോം മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്, അല്ലെ? ഇനി ഗ്രാഫ് സി നോക്കിക്കേ. ഗ്രാഫ് സിയും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതാണ്. അതെന്താണ്? റെസ്റ്റിലിരിക്കുന്ന ഒരു ഓബ്ജക്റ്റിന്റെ, അതായത് മോഷൻ ഇല്ലാത്തൊരു ഓബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. ഇനി ഗ്രാഫ് ബിയിലേക്ക് നോക്ക്. ഇവിടുത്തെ ആൻസർ ബി ആണേ. ബി ഇസ് ദ ആൻസർ. ഇനി ഗ്രാഫ് ബിയിൽ എന്താ സംഭവിക്കുന്നത്? ഒരു സമയത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഓബ്ജക്റ്റിന് 2 പൊസിഷൻ വരുന്നുണ്ട്. കണ്ടോ? ഒരു ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 പൊസിഷൻ വരുന്നുണ്ട്. ആക്ച്വലി അത് ഇമ്പോസിബിൾ ആയ ഒരു കണ്ടീഷൻ ആണ്. ഒരു ടൈമിൽ 2 പൊസിഷനിൽ പോയിട്ട് ഇരിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല, അല്ലെ? സോ ഗ്രാഫ് ബി ഈസ് ദി ഇൻകറക്റ്റ് ഓർ കറക്റ്റ് ആൻസർ ഹിയർ. അല്ലെങ്കിൽ അതൊരു ഇൻകറക്റ്റ് ഗ്രാഫ് ആണ്. പൊസിഷൻ ടൈം ഗ്രാഫ് അങ്ങനെ ഒരിക്കലും വരത്തില്ല. ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു വെലോസിറ്റി ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ് നിങ്ങൾക്ക് ക്ലിയർ ആയ സ്ഥിതിക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. സോ വെലോസിറ്റി ടൈം ഗ്രാഫിൽ അഗെയിൻ പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചതുപോലെ തന്നെ എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. സോ ഇവിടെ നമ്മൾ എക്സ് ആക്സിസിലാണ് ടൈം വരയ്ക്കുന്നത്. ഓക്കെ, ടൈം എടുക്കുന്നത് എക്സ് ആക്സിസിലാണ്. പിന്നെ വെലോസിറ്റി ഇൻ വൈ ആക്സിസ്. സോ നമ്മൾ വൈ ആക്സിസിൽ വെലോസിറ്റി കിട്ടും. ക്ലിയർ അല്ലേ? ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയും ടൈമോട് പ്ലോട്ട് ചെയ്യുവാണ്. സോ ദിസ് ഗ്രാഫിന് ഏതെങ്കിലുമൊക്കെ ഷേപ്സ് എടുക്കാം. സോ നമ്മൾ ഈ ഗ്രാഫിനെ ഇങ്ങനെ വരച്ചു. ഇതൊരു പർട്ടിക്കുലർ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓബ്ജക്റ്റിന്റെ വെലോസിറ്റി നമുക്ക് കാണിച്ചു തരും ഈ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, ഇപ്പൊ എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫ് കാണിച്ചു തരുന്നത്? ഒരു പർട്ടിക്കുലർ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബോഡി ഇൻ മോഷൻ ആണെങ്കിൽ, ഒരു ബോഡി മോഷനിലുള്ളവർക്കല്ലേ വെലോസിറ്റി ഉള്ളൂ. അപ്പം ഒരു ബോഡി ഇൻ മോഷൻ ആണെങ്കിൽ ആ ബോഡി ഒരു പർട്ടിക്കുലർ ടൈമിൽ അതിന്റെ വെലോസിറ്റി എത്രയാണെന്ന് നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കിയിട്ട് പറയാനായിട്ട് സാധിക്കും. ഇനി ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫില് യൂണിഫോം മോഷനില് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി a straight line that is parallel to the time axis. Okay,
കറക്റ്റ് ആണ് മനോജ്, ബട്ട് നമ്മൾ ആ ടോപ്പിക്കിലേക്ക് വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാവേ. ഇനി സോ വെലോസിറ്റി ടൈം ഗ്രാഫില് യൂണിഫോം മോഷനിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ ദാറ്റ് ഇസ് പാരലൽ ടു ടൈം ആക്സിസ്. അപ്പം ടൈം അഗൈൻസ്റ്റ് വെലോസിറ്റി പ്ലോട്ട് ചെയ്താല് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടിയാൽ, ടൈം ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരുന്ന ഗ്രാഫ് കിട്ടിയാൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് ഇൻ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ മീൻസ് വാട്ട്? യൂണിഫോം വെലോസിറ്റി. അതായത് വെലോസിറ്റിക്ക് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല അവിടെ. അപ്പം ദിസ് ഗ്രാഫ് വിൽ ഗീവ് എ യൂണിഫോം മോഷൻ. ഓക്കെ, ഇനി ഫോർ എ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ. സോ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന്റെ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. യൂണിഫോം ആക്സിലറേഷൻ മീൻസ് എന്താണ്? ആക്സിലറേഷൻ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പൊ യൂണിഫോം ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആ ചേഞ്ച് കോൺസ്റ്റന്റ് ആണ്, അല്ലെ? ആ വെലോസിറ്റി ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ ആ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ, ഈ ഒരു ഗ്രാഫ് ആയിരിക്കും. സോ ഫസ്റ്റ് ഗ്രാഫ് എന്താ കാണിക്കുന്നത്? യൂണിഫോം മോഷൻ. രണ്ടാമത്തത് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. ക്ലിയർ അല്ലേ? So let's answer this. Observe the given figure and answer the questions given below it. The previously asked question ആണ്, previous year question ആണ്. So what is the final velocity of the body from this figure? And what is the nature of the motion of the body from 3 seconds to 7 seconds? ഈ ഫിഗർ നോക്കിയിട്ട് നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ പറയണം. ഒന്ന്, ഈ ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി എന്താന്ന് പറയണം. പിന്നെ ഈ ബോഡിയുടെ 3 seconds തൊട്ട് 7 seconds വരെയുള്ള സമയത്തെ മോഷന്റെ പ്രത്യേകതയും പറയണം. ഫൈനൽ വെലോസിറ്റി ഓഫ് ദി ബോഡി എന്താണ്? ഇനി ആൻസേഴ്സ് അറിയാമോ? ഈ ഗ്രാഫ് നോക്കിക്കേ. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി അറ്റ് ദി ഡിഫൈൻ. ഹസ്നയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ട്. പ്ലീസ് ഡിഫൈൻ വെലോസിറ്റി എന്ന്. വെലോസിറ്റി എന്താണ്? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്, അല്ലെ? സോ ഈ ഒരു ഫിഗർ നോക്കിയാല് ഈ ഓബ്ജക്റ്റ് സമയത്തിനനുസരിച്ച് പല വെലോസിറ്റിയിലും ചെല്ലുന്നുണ്ട്, അല്ലെ? ആൻഡ് അറ്റ് ദി എൻഡ് അറ്റ് 10 seconds ഈ ഓബ്ജക്റ്റ് റെസ്റ്റിലേക്ക് വന്നു, അതായത് തിരിച്ച് 0 വന്നു. സോ ഈ ഓബ്ജക്റ്റിന്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ 0 ആയിരിക്കും, അല്ലേ? 10 അല്ല വെലോസിറ്റി, 10 ടൈം ആണ്. വെലോസിറ്റി 0 ആയിരിക്കും, കേട്ടോ? എല്ലാവരും ആൻസർ 10 എന്ന് ഇടുന്നുണ്ട്. 10 അല്ല വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം, അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ ഇത്? ഇനി സോ ഇവിടെ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ 10 seconds ആയപ്പോഴത്തേക്കും ആ ബോഡി എന്താണ്, പലതരം വെലോസിറ്റി അറ്റൈൻ ചെയ്ത് തിരിച്ച് 0 വെലോസിറ്റിയിൽ വന്നു. സോ 0 വെലോസിറ്റിയിൽ വന്നു. ആ 10 seconds നോക്ക് 0 വെലോസിറ്റി ആണ്. സോ ദ ഫൈനൽ വെലോസിറ്റി വിൽ ബി 0. Then, what is the nature of the motion of this body from 3 seconds to 7 seconds? 3 seconds to 7 seconds നോക്കിക്കേ. ഈ ഒരു ടൈമില് ഈ ബോഡിയുടെ നേച്ചർ എന്താണ്? ഈ ഗ്രാഫ് നോക്കിക്കേ. ഗ്രാഫ് എന്താണ്? 3 seconds to 7 seconds എന്ന് പറയുന്ന സമയത്ത് ഈ ഗ്രാഫ് പാരലൽ ടു ദി ടൈം ആക്സിസ് ആണ്, അല്ലെ? മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞത്? If it's a uniform motion, the velocity time graph will be a straight line that is parallel to the time axis, അല്ലെ? അപ്പൊ ഈ ഒരു 3 seconds to 7 seconds ഈ ബോഡി യൂണിഫോം മോഷനിലായിരിക്കും, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. അവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഒന്നും സംഭവിക്കുന്നില്ല. ക്ലിയർ അല്ലേ? വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമ്മൾ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആട്ടോ പ്ലോട്ട് ചെയ്യുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫിൽ എങ്ങനെയായിരുന്നു? ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ ആണ് പ്ലോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ആണ് പ്ലോട്ട് ചെയ്യുന്നത്. So final velocity will be 0 and 3 seconds to 7 seconds എന്താ സംഭവിച്ചത്? 3 seconds to 7 seconds യൂണിഫോം മോഷൻ ആയിരിക്കും, അല്ലേ? സോ ദി ബോഡി വിൽ ബി അണ്ടർ യൂണിഫോം മോഷൻ, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. ഇത് ക്ലിയർ ആയല്ലോ അല്ലേ? നമ്മളിപ്പോ ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്കറിയാം ഈ ബോഡി ഓരോ സമയത്തും അറ്റ് 1 seconds അതിന്റെ
വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടാന്ന് വെച്ചോ. 2 സെക്കൻഡ്സിൽ എവിടാണ്? ഇവിടാണ്. 3 സെക്കൻഡ്സിൽ ഇവിടാണ്. അതിന് കുറെ നേരം അത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോയി. വെലോസിറ്റിക്ക് ചേഞ്ച് ഒന്നുമില്ല. അതിനുശേഷം 7 സെക്കൻഡ് കഴിഞ്ഞിട്ട് എന്ത് പറ്റി? നേരെ വെലോസിറ്റി കുറയുവാണ്. കുറഞ്ഞു 10 സെക്കൻഡ് ആയപ്പോഴത്തേക്കും അത് തിരിച്ച് റെസ്റ്റിൽ വന്നു. അതായത് തിരിച്ച് 0യിലേക്ക് വന്നു. വൈ ആക്സിസ് ആണ് നമ്മൾ വെലോസിറ്റി എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും വൈ ആക്സിസിലെ വാല്യൂ ആയിട്ട് വേണം വെലോസിറ്റി എടുക്കാൻ, കൺസിഡർ ചെയ്യാൻ. അപ്പം അറ്റ് എ ടൈം 10 സെക്കൻഡ്സിൽ ഇത് തിരിച്ച് 0യിൽ വന്നു. അപ്പോൾ ദി ഫൈനൽ വെലോസിറ്റി വിൽ ബി 0. ക്ലിയർ ആയില്ലേ ഇത്? സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഇസ് ഷോൺ ഹിയർ. ഈ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓക്കെ യാ. സോ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എന്ത് മോഷനാ കാണിക്കുന്നത്? യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ അല്ലേ? സോ ഇതിന് നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുണ്ട്. ഒന്ന്, വാട്ട് ഈസ് ദി ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി ബോഡി? 2, വാട്ട് ഈസ് ഇറ്റ്സ് വെലോസിറ്റി ആഫ്റ്റർ 6 സെക്കൻഡ്സ്? ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ബോഡി ഇൻ 10 സെക്കൻഡ് ഫ്രം ദിസ് ഗ്രാഫ്. സോ വാട്ട് ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി ബോഡി? ഈ ഗ്രാഫ് നോക്കിയിട്ട് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണെന്ന് പറയാമോ? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് തുടക്കത്തിലെ വെലോസിറ്റി അല്ലേ? 0 ടൈമില് വെലോസിറ്റി. ഓക്കെ, കറക്റ്റ് ആൻസർ അർച്ചന. കറക്റ്റ് അലീന. യാ, വെരി ഗുഡ്. ഓക്കെ, സോ 0 ആണ് എന്റെ ഇനീഷ്യൽ വെലോസിറ്റി. സോ ദി ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി ബോഡി വിൽ ബി 0. ക്ലിയർ അല്ലേ? അതായത് സ്റ്റാർട്ടിങ്ങിലെ വെലോസിറ്റി. സോ ദി ഫസ്റ്റ് ആൻസർ വിൽ ബി ഇനീഷ്യൽ വെലോസിറ്റി വിൽ ബി 0. ഇനി വാട്ട് ഈസ് ഇറ്റ്സ് വെലോസിറ്റി ആഫ്റ്റർ 6 സെക്കൻഡ്സ്? സോ ഗ്രാഫ് നോക്കിക്കോ. 6 സെക്കൻഡ്സിന് ശേഷമുള്ള വെലോസിറ്റി എത്രയാണെന്ന് പറയാവോ? ഗ്രാഫിൽ നോക്കിയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. 6 സെക്കൻഡ്സിന് ശേഷമുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അല്ലേ? സോ 6 സെക്കൻഡ്സിന് ശേഷമുള്ള വെലോസിറ്റി വിൽ ബി 30 മീറ്റർ പെർ സെക്കൻഡ്. ഇനി സി, ഫൈൻഡ് ഔട്ട് ദി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ബോഡി ഇൻ 10 സെക്കൻഡ് ഫ്രം ദി ഗ്രാഫ്. ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് കാണാനാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ അത് എളുപ്പമുള്ള പരിപാടിയാണോ? എങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് കാണുന്നത്? ആക്ച്വലി അതിന് മനോജ് ഓൾറെഡി ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചാറ്റ് ബോക്സിൽ ഇടാം. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കാണാമെന്ന്. ഇത് സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർക്കായിരിക്കും ഇത് ആൻസർ അറിയുള്ളായിരിക്കും അല്ലെ? നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പോകുന്നതെന്ന്. സോ ദി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി within a definite time interval will be equal to the area of the portion under the velocity time graph. അപ്പം വെലോസിറ്റി ടൈം ഗ്രാഫിലെ ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ ആണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് തരാൻ പോകുന്നത്. അപ്പം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഈ ഒരു ഗ്രാഫില് നമ്മൾ ഇങ്ങനെ വരച്ചാല് എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് അറ്റ് പർട്ടിക്കുലർ ടൈം. ഓക്കെ, ഇപ്പൊ ഇതൊരു 3 സെക്കൻഡ്സ് ആണെന്ന് വെച്ചോ. സോ 3 സെക്കൻഡ്സിൽ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള ഒരു ഓബ്ജക്റ്റ് ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറഞ്ഞാല് നമ്മൾ അത് എങ്ങനെ കാണും? വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ഇസ് വെലോസിറ്റി ഇൻടു ടൈം. പക്ഷെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കാണുമ്പോൾ ഏരിയ ഓഫ് ദി ഗ്രാഫ് ആണ്, അല്ലെങ്കിൽ ഏരിയ അണ്ടർ ദിസ് കർവ് ആണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് തരാൻ പോകുന്നത്. അതായത് ഈ ഒരു ഏരിയ നമുക്ക് ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് തരും. ഓക്കെ, സോ ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ബോഡി ഇൻ 10 സെക്കൻഡ്സ്. 10 സെക്കൻഡ്സിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണേണ്ടത്. അപ്പം 10 സെക്കൻഡ്സിൽ കവർ ചെയ്യുന്ന ഏരിയ, സോ ഏരിയ അണ്ടർ ദിസ് കർവ് അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ആണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് തരാൻ പോകുന്നത്. സോ ഏരിയ, ഇതൊരു ട്രയാങ്കിൾ അല്ലേ? സോ ഏരിയ എന്തായിരിക്കും? ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇനി ബേസ് എന്താണ്? ബേസ് വിൽ ബി ദിസ് അല്ലെ? 10 സെക്കൻഡ്സ്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ വെലോസിറ്റി നമ്മളിപ്പോ എടുത്തത് അല്ലെ? സോ ദാറ്റ് വിൽ ബി 50. സോ 250 ആണ് ഇതിന്റെ ഏരിയ കിട്ടുന്നത്. സോ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതും 250 മീറ്റർ ആയിരിക്കും. ഓക്കെ, so let's move to the next question or equations of motion. So basically നമ്മൾ ഇവിടെ equations of motion ആയിരുന്നു ഡിസ്കസ് ചെയ്യാനിരുന്നത് അല്ലേ?
So let's discuss the equations of motion. ഇനി equations of motion പറയുമ്പോഴത്തേനും ഓൾറെഡി നമ്മൾ പറഞ്ഞു 3 equations of motion ഉണ്ട്. V equal to u plus at, s equal to ut plus half at square, v square is equal to u square plus 2as. ഇനി ഈ equations നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയിട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് കൂടെ സോൾവ് ചെയ്തങ്ങ് പോവാണ്. ഈ ഒരു ഗ്രാഫ് നോക്കിക്കേ, ഇറ്റ്സ് വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലെ? ഓക്കെ, സോ ഇത് എന്ത് ഈ ഗ്രാഫ് എന്തായിരുന്നു കാണിക്കുന്നത്? ദിസ് ഗ്രാഫ് ഷോസ് എ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. ഓക്കെ അല്ലേ? സോ വിൽ ഡിസ്കസ് ദി ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ, ദാറ്റ് ഈസ് v equal to u plus at. ഇതിൽ v എന്താണ്? v എന്താണ് പറയാമോ? v എന്താണ്? v is, come on, it's the initial velocity ആണോ ഫൈനൽ വെലോസിറ്റി ആണോ? v എന്താണ്? വെലോസിറ്റി ആണ്, correct. So final velocity ആണ്, correct. Very good Ameya. Yeah, okay, Archana also replied, it's very good. Yeah, so v is the final velocity. പിന്നെ u എന്താണ്? u is the initial velocity. a എന്താണ്? a will be acceleration and t will be the time. Correct answers na? Very good Jubin. Yeah, so correct answer Manoj. Yeah, so v, u, a and t. ഇപ്പൊ ഇത് നാലുമാണ് നമ്മൾ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ പറയുന്നത്. So let's do a problem here. An object moves along a straight line with an acceleration of 2 meters per second square. So an object moves along a straight line with an acceleration of 2 meters per second square. If its initial speed is 10 meters per second, what will be its speed 2 seconds later? Per object ഒരു straight line പോവാണ്, അതിന്റെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട് 2 meters per second square ആണ്. ഇനി ഇനീഷ്യൽ സ്പീഡ് തന്നിട്ടുണ്ട്, അതെന്താണ്? u. Okay, initial speed is 10 meters per second. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? വാട്ട് വിൽ ബി ഇറ്റ്സ് സ്പീഡ് 2 seconds later. ഓക്കെ, അപ്പൊ ടൈം എന്താണ്? 2 seconds ആണ്. ഇനി ഫൈനൽ വെലോസിറ്റി ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യുവാണ്. v is equal to u plus a into t. ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. യുടെ വാല്യൂ നമുക്കറിയാം 10 ആണ്. ആക്സിലറേഷൻ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 2 ആണ്. ഇനി ടൈം എന്താണ്? 2 ആണ് അല്ലെ? So 10 plus 4, that will be is equal to 14 meters per second. കിട്ടിയോ എല്ലാവർക്കും? ഇച്ചിരി സ്പീഡിൽ നമുക്ക് പോകണം, നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പോവാണ്. സോ ദി ഫൈനൽ വെലോസിറ്റി വിൽ ബി 14 meters per second. നമ്മൾ യൂണിറ്റ് ഇടാൻ മറക്കരുത്. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് അറിയാലോ അല്ലേ എല്ലാവർക്കും? ഇനീഷ്യൽ വെലോസിറ്റിക്കും ഫൈനൽ വെലോസിറ്റിക്കും യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെ? ടൈം ഇൻ സെക്കൻഡ്സ്, സ്റ്റാൻഡേർഡ് SI യൂണിറ്റ്സിൽ നമ്മൾ ഇവരെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി സോ ലെറ്റ്സ് ഡു, അത് ക്ലിയർ അല്ലേ? അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. സ്ക്രീൻഷോട്ട് ചെയ്യേണ്ടവർക്ക് ചെയ്തോട്ടോ, സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവരെ എടുത്തോ. സോ എ ട്രക്ക് traveling at 54 km per hour is slowed down to 36 km per hour in 10 seconds. So we have to find the retardation ആണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. റിട്ടാർഡേഷനും ആക്സിലറേഷനും നമ്മൾ വ്യത്യാസം അറിയാവോ? ആക്ച്വലി ആക്സിലറേഷൻ ബോഡിയുടെ സ്പീഡ് കുറയുന്ന കേസിൽ നമ്മൾ ബോഡി റിട്ടാർഡേഷനിലാന്ന് പറയും, അത്രയേ ഉള്ളൂ. ഓക്കെ, ആക്സിലറേഷൻ മീൻസ് വെലോസിറ്റി കൂടുന്ന കേസിലാണ് നമ്മൾ ആക്സിലറേഷൻ. യെസ്, നെഗറ്റീവ് ആക്സിലറേഷൻ. വെരി ഗുഡ് അർച്ചന. ഓക്കെ, സോ ആക്സിലറേഷൻ കുറയുമ്പോഴത്തേക്കും നമ്മൾ ആ ബോഡി റിട്ടാർഡേഷനിലാന്ന് പറയും. അപ്പൊ ഇവിടെ നോക്കിക്കേ, a truck is traveling at 54 km per hour and it is slowed down to 36 km per hour. So ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി will be 54 km per hour അല്ലേ? And final velocity is 36 km per hour. And time തന്നിട്ടുണ്ട്, time is 10 seconds. ഇനി ഈ ക്വസ്റ്റ്യനില് നമുക്ക് കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത്, നമുക്കത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം. കാരണം നമ്മുടെ ടൈം എന്തിലാണ് കിടക്കുന്നത്? സെക്കൻഡിലാണ് കിടക്കുന്നത്. ഇനി കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 5/18 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, സോ മൾട്ടിപ്ലൈ ചെയ്തോ, 18 into
3 അല്ലേ 54. So this will be 15 meter per second. ഇനി 36 kilometer per hour നെ meter per second ലേക്ക് കൺവേർട്ട് ചെയ്ത എന്താ? Again this will be 10 അല്ലേ? 5 into 10 meter per second. ഈ കൺവേർഷൻ മനസ്സിലായല്ലോ അല്ലെ? കിലോമീറ്റർ പെർ അവറിൽ ഇരുന്നതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു. അത്രയേ ഉള്ളൂ. ആൻഡ് യു യൂസ് 5/18. ഇനി ടൈം ടി എന്താണ്? 10 seconds ആണ്. ഇനി നമ്മൾ റിട്ടാർഡേഷൻ കാണുന്നു, അല്ലെങ്കിൽ ആക്സിലറേഷൻ തന്നെയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ വി ഹാവ് ദി ഇക്വേഷൻ v is equal to u plus at. സോ a will be v minus u by t അല്ലെ? v എന്താണ്? 36 ആണ്. u എന്താണ്? 54 ആണ്. ടൈം എന്താണ്? ഓ സോറി, നമ്മൾ കൺവേർട്ട് ചെയ്തായിരുന്നല്ലോ അല്ലെ? ഓക്കെ. സോ v എന്താണ്? 10 ആണ്. 10 meter per second ആണ്. ഇനി u എന്താണ്? 15 meter per second ആണ്. ടൈം എന്താണ്? 10 seconds ആണ്. So this will be minus 5/10. That will be is equal to minus 0.2 meter per second square. Oh sorry, 0.5 meter per second square. 0.5 meter per second square. Answer കിട്ടിയല്ലോ എല്ലാവർക്കും? So this is the answer. ഈ ആക്സിലറേഷനിൽ നെഗറ്റീവ് വാല്യൂ വന്നു. So we call this as retardation. Clear അല്ലേ? നമുക്ക് അടുത്ത ഇക്വേഷൻ പറഞ്ഞാലോ? So we move to the second equation of motion, that is s equal to ut plus half at square. ഇതിലെ ടേംസ് ഇപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു. എസ് എന്ന് പറയുന്നത് ഇവിടെ പൊസിഷൻ ആയിരിക്കും കാണിക്കുന്നത് കേട്ടോ. യുവും എയും ടിയും ഒക്കെ നിങ്ങൾക്ക് ഇപ്പം ഭയങ്കര ഫെമിലിയർ ആയല്ലോ. എസ് എന്ന് പറയുന്നത് പൊസിഷൻ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദി പ്രോബ്ലം. A car started from rest and traveled with uniform acceleration. Now the car covered 25 meter distance along a straight line. Yes, S displacement, change in position. ഒരു particular ടൈമിൽ ഒരു പൊസിഷനിൽ എത്തും. So it's displacement. ഓക്കെ, ഇപ്പൊ നമ്മളോട് ഡിറ്റർമൈൻ ദി പൊസിഷൻ ഓഫ് ദി കാർന്നോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ ഇത് തന്നെയാണ്, എസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. So a car started from rest, traveled with uniform acceleration. Now the car covered 25 meter distance along a straight line in 5 seconds. Calculate the acceleration of the car. ഇപ്പോൾ ഒരു കാറ് യൂണിഫോം ആക്സിലറേഷനിലാണെന്ന് പറയുന്നുണ്ട്. It covered 25 meter distance. Okay, so ഇവിടെ S 25 meter. ഈ S എന്ന് പറയുന്നത് it is a change in position, so it will be displacement, distance ഒക്കെ ആയിരിക്കും ഈ എസ് വരുന്നത്. along straight line ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും നമുക്ക് ഒന്നായിട്ട് എടുക്കാമല്ലോ. സോ എസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ചേഞ്ച് ഇൻ പൊസിഷൻ, അല്ലെങ്കിൽ ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദിസ് ഓബ്ജക്ട് ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. സോ എസ് ഇസ് 25 മീറ്റർ. ഇനി ടൈം എന്താ തന്നിട്ടുണ്ടല്ലോ, 5 seconds. ഇനി ഇവിടെ നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ടോ? ഏതെങ്കിലും വെലോസിറ്റി ഇവിടെ തന്നിട്ടുണ്ടോ? ഇനീഷ്യലോ ഫൈനലോ എന്തെങ്കിലും ഉണ്ടോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. എ കാർ സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ്, which means its initial velocity is 0. അല്ലേ? റെസ്റ്റിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തു. സോ ഈ ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. നൗ ഇപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇല്ലേ, എസ് ഉണ്ട്, ടി ഉണ്ട്, യു ഉണ്ട്. ഇനി നമ്മൾ എന്താ കാണണ്ടേ? വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി ആക്സിലറേഷൻ. സോ വി ഹാവ് ടു ഫൈൻഡ് ദി ആക്സിലറേഷൻ. സോ യൂസിംഗ് ദി സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് at square. We have to substitute the values. അല്ലേ? സോ എസിന് പകരം 25 മീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. യു എന്താണ്? 0 ആണ്. ഇൻറ്റു 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ നമുക്ക് അറിയത്തില്ല, അതാണല്ലോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ടി എന്താണ്? 5 seconds ആണ്. അതിന്റെ സ്ക്വയർ എടുത്തു. സോ ദിസ് വിൽ ബി 25 മീറ്റർ വിൽ ബി ഈക്വൽ ടു 0 ഇൻറ്റു 5 എന്താണ്? 0 ആണ്. ഇനി ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 25. So 25 is equal to 25 by 2 into a എന്ന് കിട്ടും അല്ലേ? സോ ഇതിൽ നിന്ന് നമുക്ക് 25നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ a is equal to 2 meter per second
square എന്ന് കിട്ടും. So that is the acceleration of the car. Okay. Clear അല്ലേ question? ഇപ്പൊ ഇവിടെ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ആണ് ഉപയോഗിച്ചത്. പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു? എസും ഇനീഷ്യൽ വെലോസിറ്റി. ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കണം, എ കാർ സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ്. അപ്പൊ ഇതിൽ നിന്ന് വേണം നമ്മൾ u is equal to 0 എഴുതാനായിട്ട്. മേ ബി അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തരണമെന്ന് നിർബന്ധമില്ല അല്ലെ. ഒന്നുകിൽ എ കാർ സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ്, അല്ലെങ്കിൽ എ കാർ വെൻ ടു റെസ്റ്റ് അല്ലെ. അപ്പൊ ഫൈനൽ വെലോസിറ്റി ആയിരിക്കും 0 വരുന്നത് അങ്ങനത്തെ കണ്ടീഷനിൽ. പിന്നെ സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എവിടെ? നമ്മുടെ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കിത് കിട്ടും. ഒരു സിമിലർ ക്വസ്റ്റ്യൻ, സെയിം ഓൾമോസ്റ്റ് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ട്രാവൽസ് 100 meter in 5 seconds with uniform acceleration. We have to find the acceleration of the car. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. മുന്നത്തെ ഇതുപോലെ തന്നെ ജസ്റ്റ് വാല്യൂസ് മാറ്റിയിട്ടേ ഉള്ളൂ. സ്പീഡിൽ അതങ്ങ് ചെയ്തേക്കാം അല്ലെ. സോ എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് പറഞ്ഞേ, അവിടെ ഇനീഷ്യൽ വെലോസിറ്റി ആണോ ഫൈനൽ വെലോസിറ്റി ആണോ തന്നിരിക്കുന്നത്? Come on. A car starting from rest, initial velocity. Very good, Jubin. So u is equal to 0 ആണ്. ഇനി എന്താണ് s? എന്താണ് s-ന്റെ വാല്യൂ എന്താ തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് 100 meter. ഇനി ടൈം എന്താണ്? സെക്കൻഡ്സ്. അഗൈൻ നമ്മൾ ഇവിടെ ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടേ? നമുക്ക് s ഉണ്ട്, u ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? സെക്കൻഡ് ഇക്വേഷൻ അല്ലേ. സോ s equal to ut plus half at സ്ക്വയർ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി s നമുക്കറിയാം 100 ആണ്, u 0 ഇൻറ്റു t എന്താണ് 5 ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു a ഇൻറ്റു 5 സ്ക്വയർ. സോ ഇറ്റ് വിൽ ബി 100 ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു 5 0 ആണ്. ഇനി സോ 25/2 അല്ലേ. സോ ഇവിടെ a എന്തായിരിക്കും? a will be is equal to 100 into 2/25. Calculate ചെയ്തോ എല്ലാവരും? So that will be 25 into 4 അല്ലേ 100. So that will be 8 meter per second square. Okay. So നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. If the velocity of a train starts from rest is 72 kilometer per hour, that is 20 meter per second, after 5 minutes we have to find the acceleration and also the distance traveled by the train this time. ഇവിടെ നമ്മൾ രണ്ട് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടതുണ്ട്. സോ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? If the velocity of the train which starts from rest is 72 kilometer per hour അല്ലെങ്കിൽ 20 meter per second നമുക്ക് തന്നിട്ടുണ്ട്. സോ the train starts from rest. അപ്പൊ u 0 ആണ്, v എന്താണ് 20 meter per second ആണ്, ടൈം എന്താണ് 5 minutes ആണ്. നമ്മൾ ആദ്യം ആക്സിലറേഷൻ കാണണം, അത് കഴിഞ്ഞ് ഡിസ്റ്റൻസ് ട്രാവൽഡും കാണണം. അപ്പൊ ആക്സിലറേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുക? നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കുക അല്ലെ. സോ v equal to u plus at. ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? a is equal to v minus u by t എന്ന് കിട്ടും അല്ലെ. v minus u എന്ന് പറയുമ്പോൾ 20 minus 0 by time 5. So that is equal to 4 meter per second square എന്ന് നമുക്ക് ഇവിടെ ആക്സിലറേഷൻ കിട്ടും. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഓ സോറി, നമ്മൾ ഇവിടെ ഒരു കൺവേർഷൻ ചെയ്തിട്ടില്ല കേട്ടോ. അതായത് ടൈം നമുക്ക് 5 മിനിറ്റ്സിലാണ് കിട്ടിയത്, അതിനെ നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ല അല്ലെ. ആ കൺവേർഷൻ ആക്ച്വലി നമ്മൾ ചെയ്യണമായിരുന്നു. എല്ലാരും പറഞ്ഞില്ലല്ലോ, ശ്രദ്ധിക്കുന്നില്ലേ ഇവിടെ? നമുക്കപ്പോ ഇതൊന്നും കൂടെ മാറ്റി ചെയ്യണം. ഓക്കെ, അതായത് ഇക്വേഷൻ ഒക്കെ ഇത് തന്നെയാണ്, ജസ്റ്റ് സ്റ്റെപ്പിൽ ഒരു ചെറിയ മാറ്റം വരും. ഓക്കെ, യാ ടി എന്താണ്? ടി 5 മിനിറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടായിരുന്നോ? സോ 5 into 60 that is 300 seconds. ഇനി ആ ടൈം വേണം നമ്മൾ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ എ നമ്മൾ എന്താ പറഞ്ഞത്? ഇറ്റ് വിൽ ബി v minus u by t അല്ലേ. Okay, so a will be v minus u by t. So that is 20 minus 0 by 300. That is 20 by 300 or 1 by 15 meter per second square എന്ന് കിട്ടും. ഇനി ഇത് നമ്മൾ അടുത്തത് ഡിസ്റ്റൻസ് ട്രാവലിലൂടെ കാണാം. നമ്മൾ അതിനു വേണ്ടി സെക്കൻഡ് ഇക്വേഷൻ ഉപയോഗിക്കും. That is s equal to ut plus half at square.
സോ യു എന്താണ്? യു 0 ആണ്. സോ ഫസ്റ്റ് ടൈം പോയിട്ട് ബാക്കി ഹാഫ് AT സ്ക്വയറേ ഉള്ളൂ. സോ ദാറ്റ് വിൽ ബി ഹാഫ് ഇൻറ്റു 1/15 ഇൻറ്റു ടൈം ഇസ് 300 സെക്കൻഡ്സിന്റെ സ്ക്വയർ. സോ ദാറ്റ് വിൽ ബി 15. 300/15 will be 20. 20/2 10 ആവും. So 10 into 300 3000 meter or 3 kilometer. ഓക്കെ, എല്ലാവരും സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ, തന്നെ സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ കിട്ടുന്നുണ്ടോന്ന്. സോ വി ഹാവ് ദി തേർഡ് ഇക്വേഷനും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. ഇതിലെ ടേംസ് ഇപ്പൊ നമുക്ക് ഫെമിലിയർ അല്ലേ? വിയും യുവും എല്ലാം എന്താണെന്ന് അറിയാലോ. സോ ലെറ്റ്സ് സോൾവ് ദിസ്. A car is traveling with a velocity of 40 meter per second and the driver applied a brake with a uniform retardation of 5 meter per second square. Now we have to find the time that is required to bring the car to rest, and also we have to calculate the distance traveled by the car after applying the brake. Okay, so ഇപ്പൊ ഇവിടെ നമ്മൾ ആദ്യം സമയം കാണണം, അതിനുശേഷം ഡിസ്റ്റൻസും നമ്മൾ കാണണം. ഇനി എന്തൊക്കെ തന്നിട്ടുള്ളത്? It is traveling with a velocity 40 meter per second. So ഇവിടെ initial velocity will be 40 meter per second. ഇനി the driver applies the brake അല്ലെ, അതിനുശേഷം അത് റെസ്റ്റിലേക്ക് വന്നു എന്നും പറയുന്നുണ്ട്. സോ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഇനി റിട്ടാർഡേഷൻ ആണ് തന്നിരിക്കുന്നത്, which means the acceleration will be -5 meter per second square. ഇതിന് നമുക്ക് ആദ്യം ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. സോ വി നോ v equal to u plus at. ഫസ്റ്റ് ഇക്വേഷനിൽ നിങ്ങൾക്ക് ഇത് അറിയാം. സോ ടൈം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ t will be v minus u by a അല്ലേ? v minus u by a ആയിരിക്കും. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് we get v എന്താണ്? 0 ആണ്, മൈനസ് u എന്താണ്? 40 ആണ്, a എന്താണ്? -5 ആണ്. സോ ദാറ്റ് വിൽ ബി 8 seconds. 40/5 മൈനസ് മൈനസും ക്യാൻസൽ ആയി, ബാക്കി 40/5 8 seconds ആയിരിക്കും. സോ വി ഗോട്ട് ദി ടൈം ആസ് 8 seconds. അടുത്തത് നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ ആണ് കാണേണ്ടത്. സോ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ ആണെങ്കിൽ s ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ അല്ലെ? സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യുടെ വാല്യൂ എന്താണ്? u is 40. 40 ഇൻറ്റു ടൈം എന്താണ്? 8 പ്ലസ് ഹാഫ് ഇൻറ്റു a എന്താണ്? -5 ആണ്. അഗെയിൻ ടൈം ഇസ് 8 seconds. So 8 into 8 0. So 40 into 8 is 320 plus 8 into 8. Okay, so this is -160. അല്ലേ? So the answer is 160 meter. Clear ആണല്ലോ അല്ലേ? സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ. നമുക്ക് കുറച്ച് സമയം ടൈം ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ബാക്കി ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്ത് പോവാണ്. ഈ ഗ്രാഫ്സ് നോക്കുക. അനലൈസ് ദിസ് ഗ്രാഫ് ആൻഡ് വി ഹാവ് ടു ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു 6 ഗ്രാഫ്സ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം എന്താണ്. അപ്പൊ ഇതില് 3 കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്ന്, യൂണിഫോം വെലോസിറ്റി കാണിക്കുന്ന ഗ്രാഫ് ഏതാണ്, പിന്നെ നോൺ യൂണിഫോം ആക്സിലറേഷൻ പറയുന്ന ഗ്രാഫ് ഏതാണ്, ഫ്രീ ഫോൾ പറയുന്ന ഗ്രാഫ് ഏതാണ്. ഇതിൽ യൂണിഫോം വെലോസിറ്റി പറയുന്ന ഗ്രാഫ് ഏതാണ്? അറിയാമോ നിങ്ങക്ക്? റെസ്പോണ്ട് ചെയ്തോളൂ. യൂണിഫോം വെലോസിറ്റി കാണിക്കുന്ന ഗ്രാഫ് ഏതാണ്? ഗ്രാഫ് എ ആണോ യൂണിഫോം വെലോസിറ്റി കാണിക്കുന്നത്? കറക്റ്റ് ആണ്. ഓക്കെ, യാ. സോ യൂണിഫോം വെലോസിറ്റി കാണിക്കുന്നത് ആക്ച്വലി ഗ്രാഫ് എ തന്നെയാണ്. രണ്ടാമത്തെ ഗ്രാഫ് എന്താണ്? യൂണിഫോം ആക്സിലറേഷൻ അല്ലേ കാണിക്കുന്നത് അല്ലേ? സോ അല്ലേ, നമ്മൾ ആദ്യമേ പഠിച്ചില്ലായിരുന്നു വെലോസിറ്റി ടൈം ഗ്രാഫിലെ മോഷൻ, യൂണിഫോം മോഷന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ ദാറ്റ് ഇസ് പാരലൽ ടു ദി ടൈം ആക്സിസ് അല്ലേ? സോ യൂണിഫോം വെലോസിറ്റി ഗ്രാഫ് എ ആയിരിക്കും. ഇനി നോൺ യൂണിഫോം ആക്സിലറേഷൻ കാണിക്കുന്ന ഗ്രാഫ് ഇതിൽ ഏതാണ്? സോ ഗ്രാഫ് ബി സി ഡിയിലൊക്കെ എന്താണ്? യൂണിഫോം ആക്സിലറേഷൻ ആണ് വരുന്നത്. ഇപ്പൊ നോൺ യൂണിഫോം ആക്സിലറേഷൻ വരുന്നത് ഗ്രാഫ് ഇയിലും എഫിലും ഒക്കെയാണ് അല്ലെ? ഓക്കെ, എഫിലും ഈ ഒരു എ ടു ബി അത് യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കും, സി ടു ഡിയും യൂണിഫോം ആക്സിലറേഷൻ ആണ്. സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഇറ്റ് വിൽ ബി എ. യെസ്,
ഓക്കെ, ഇനി നോൺ യൂണിഫോം ആക്സിലറേഷൻ കാണിക്കുന്നത് ആരാണ്? ഗ്രാഫ് ഇയും എഫും. ഓക്കെ, നമുക്ക് ബേസിക്കലി നമുക്ക് ഇ എന്ന് പറയാം, കാരണം എഫില് കണ്ടീഷൻ അനുസരിച്ച് മാറി വരുന്നുണ്ടല്ലോ. സോ നമ്മൾ ഇ പറഞ്ഞു. ഇനി വിച്ച് ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് എ ഫ്രീ ഫോൾ? സോ ഇതിൽ ഏതാണ് ഫ്രീ ഫോൾ കാണിക്കുന്ന ഗ്രാഫ്? സോ ദാറ്റ് വിൽ ബി ഗ്രാഫ് സി. ഓക്കെ, ഫ്രീ ഫോൾ എന്താണ്? യൂണിഫോം ആക്സിലറേഷൻ ആണ്. ആൻഡ് ആസ് ദ ബോഡി ഈസ് ഫോളിംഗ് ഡൗൺ ഇറ്റ് വിൽ ബി ദി ഗ്രാഫ് സി. അവിടെ ഒരു എന്താണ്? നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് സംഭവിക്കുന്നത്, ഓർ റിട്ടാർഡേഷൻ ആണ് സംഭവിക്കുന്നത്. സോ ദിസ് വിൽ ബി ഗ്രാഫ് സി. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ് വൺ മോർ ക്വസ്റ്റ്യൻ. ഈ ഗ്രാഫ് ഇവിടെ ഒബ്സർവ് ചെയ്തോളൂ. Observe the velocity time graph and we have to analyze and complete the table given here. So first പറയുന്നത് which among them moves with uniform acceleration? ഇതിൽ ആരൊക്കെ യൂണിഫോം ആക്സിലറേഷനിൽ പോകുന്നുണ്ട്? So that is, ഏത് ഗ്രാഫ് ആണ് ഇതിൽ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനെ കാണിക്കുന്നത്? It's graph A. Okay, it's graph A. Correct answer Archana, it's graph A. So ഗ്രാഫ് എ ആണ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനെ കാണിക്കുന്നത്. ഇനി അടുത്തത് which among this shows velocity increases first and then decreases? വെലോസിറ്റി ആദ്യം കൂടുന്നു പിന്നെ കുറയുന്നു, അങ്ങനത്തെ ഗ്രാഫ് ഇതിൽ ഏതാണ്? ഇറ്റ് വിൽ ബി ഗ്രാഫ് സി. ഓക്കെ, സോ കറക്റ്റ് ആൻസർ അർച്ചന, ഇറ്റ്സ് ഗ്രാഫ് സി. സോ ഗ്രാഫ് സി ആണ് അത് കാണിക്കുന്നത്. ഇനി എന്താണ്? which among them moves with a constant velocity? ഇതിലേക്ക് നോക്കിക്കേ, ഇതിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ആരാണ്? സോ ദാറ്റ് ഇസ് ഗ്രാഫ് ടി ആണ് അല്ലെ. വെലോസിറ്റി ചേഞ്ച് ഒന്നും ഇല്ലാതെ മൂവ് ചെയ്യുന്നത് ഗ്രാഫ് ടി ആണ്. ഇനി again last one is velocity increases first and moves with constant velocity thereafter. അപ്പൊ ആദ്യം വെലോസിറ്റി കൂടും പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് വെലോസിറ്റി പോകും. ഇതിൽ ഏത് ഗ്രാഫ് ആണ് കാണിക്കുന്നത്? ഇറ്റ് ഇസ് ബി. വെരി ഗുഡ് അർച്ചന, കറക്റ്റ് ആൻസർ. സോ ദാറ്റ് ഇസ് ബി. ഓക്കെ, ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. ഇപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിലെ കുറെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാം പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നിങ്ങൾക്ക് സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ബട്ട് ഡ്യൂ ടു കുറച്ച് ടൈം ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കയറാനുള്ളതല്ലേ. ഇനി ഈ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. എല്ലാവരും പോയി കാണുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ് കയറി യൂട്യൂബിൽ കയറി മനോരമ ഹൊറൈസന്റെ യൂട്യൂബിൽ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ക്ലാസ് കയറി നോക്കിയാൽ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. ഇപ്പൊ ഇന്ന് എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഫ്ലാഷ് കാർഡ്സ് കാണിക്കാം. സോ ഇത് ജസ്റ്റ് നിങ്ങളുടെ ഒരു എന്താണ് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവാൻ അല്ലെ പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫ്ലാഷ് കാർഡ്സ് കാണാം. ഇന്നലത്തെ ക്ലാസ്സിൽ കാണിച്ചില്ലായിരുന്നോ? അപ്പൊ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര ഉപകാരമായിരിക്കും. സോ ആദ്യത്തേത് എന്താണ്? ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണ് ഈ കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടോ. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണ് ഇത്. നമ്മൾ ഇന്ന് സ്റ്റേഷനറി ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് പറഞ്ഞില്ല. കാരണം എന്താണ്? സ്റ്റേഷനറി ഒബ്ജക്റ്റ് വെലോസിറ്റി ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൊരു പ്ലോട്ടിംഗ് വരുന്നില്ല. പിന്നെ ആക്സിലറേഷൻ ഗ്രാഫും അങ്ങനെ തന്നെ ഇരിക്കും. അതായത് വെലോസിറ്റി ഉണ്ടെങ്കിലല്ലേ ഇവിടെ ആക്സിലറേഷനും സംഭവിക്കുന്നുള്ളൂ. അപ്പൊ ഈ ഗ്രാഫ് നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. സോ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ഇതായിരിക്കും. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്താണ്? ഫോർ ദി പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ ഓബ്ജക്ട്സ് മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. ഇത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്താണ് അല്ലെ. സോ വെലോസിറ്റി, കോൺസ്റ്റന്റ് വെലോസിറ്റി വരുന്ന പൊസിഷൻ ഓബ്ജക്ട്സിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ആണിത്. സോ ദാറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെ. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ ഓബ്ജക്ട്സ് മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി എന്തായിരിക്കും? സോ ദാറ്റ് വിൽ ബി എ ലൈൻ ദാറ്റ് ഇസ് പാരലൽ ടു ദി ടൈം ആക്സിസ്. ടൈം ആക്സിസിന് പാരലൽ ആയിട്ട് ഇരിക്കും. ഇനി കോൺസ്റ്റന്റ് ആക്സിലറേഷനിൽ പോകുന്ന ഒരു ഓബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും വരെ പഠിക്കുന്നുള്ളൂ. ഇനി ഓബ്ജക്ട് മൂവ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് കാണിച്ചിരിക്കുന്നത് താഴെ. പിന്നെ ഇതെന്താണ്? ഇത് ഓബ്ജക്ട്സ് മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. നമ്മൾ ഓൾറെഡി ഇന്ന് പഠിച്ചതാണ് അല്ലെ. ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി ഒരു നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ഗ്രാഫ് കർവ്ഡ് ആയിരിക്കും. ആൻഡ് വൺ മോർ ഫ്ലാഷ് കാർഡ്. ഇത് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷന്റെ ഡെറിവേഷൻ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി. നിങ്ങൾ ഇത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. നമുക്കിന്ന് നമ്മളിത് റിവിഷൻ ക്ലാസ് അല്ലേ. ഇപ്പൊ ടൈം ലിമിറ്റേഷനോട് നമ്മൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തില്ലാന്നേ ഉള്ളൂ. സോ ഐ ഹോപ്പ് ദിസ് ക്ലാസ് ഇസ് ക്ലിയർ. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. സോ പ്രോബ്ലംസ് ഒക്കെ നന്നായി ചെയ്യാം. അടുത്ത ക്ലാസ് നമ്മൾ ഒരു ചാപ്റ്ററും കൂടെ
റിവൈസ് ചെയ്യുന്നുണ്ട്. സോ അത് അടുത്ത ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേ 6 മണിക്ക് നമ്മൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനും കൂടെ പഠിക്കുന്നുണ്ട്. സോ അന്നേരം എല്ലാവരും വരിക, എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നു. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ ദി വെരി ഗുഡ് പാർട്ടിസിപ്പേഷൻ. ആ 30+ ഉണ്ടായിരുന്നു.